സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. ഇന്ന് പണിക്കൂലി അടക്കം കൊടുത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1.5 ലക്ഷത്തിനടുത്ത് ചിലവാകും. മാത്രമല്ല സ്വർണ്ണവിലയിലുള്ള ഈ മാറ്റങ്ങൾ ആളുകളെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വർഷം പകുതിയോടെ തന്നെ വില 1.5 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? എങ്കിൽ രക്ഷയില്ല. സ്വർണം തന്നെ എപ്പോഴും തമ്പുരാൻ. പവന്റെ വില ഈ മാസത്തെ ഏറ്റവും ഉയരത്തിലേക്കുള്ള കുതിപ്പിലാണ്. ഇത്തിരി വാങ്ങാൻ ഒത്തിരി പണം നൽകണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യവുമാണ് ഇന്നീ മഞ്ഞലോഹത്തിലുണ്ടായ ചാഞ്ചാട്ടത്തിന് കാരണമാകുന്നത്. സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നതിലും അപ്പുറമാണ്. 5% പണിക്കൂലിയും 3% GSTയും ഹോൾമാർക്ക് ചാർജ് 53 രൂപയ്ക്ക് മുകളിലും ഇവയെല്ലാം ഈടാക്കിയ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1,40,000 രൂപ നൽകേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ പണിക്കൂലിയടക്കം കൊടുത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1.5 ലക്ഷത്തിനടുത്ത് ചെലവാകുമെന്ന് സാരം. ഇപ്പോഴുള്ള ഈ വില കൂടുതലും വില കുറയലെല്ലാം വലിയൊരു വിലയിടിവിന്റെ സൂചനയായി കാണാനാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണ്ണ വ്യാപാരം പഴയ നിലയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മാത്രമല്ല സ്വർണ്ണവിലയിലുള്ള ഈ മാറ്റങ്ങൾ ആളുകളെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ തോതിൽ വില രാവിലെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില വീണ്ടും കുറയുന്ന സാഹചര്യമുണ്ട്. നേരെ മറിച്ചും സംഭവിക്കുന്നുണ്ട്. ഇത് ആളുകൾക്കിടയിൽ സ്വർണ്ണവില കുറയും എന്നുള്ള സന്ദേശമാണ് എത്തിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വിലക്കുറവ് വലിയൊരു കുറവിലേക്കുള്ള യാത്രയല്ല. മറിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിലക്കുറവിൽ ആളുകൾക്ക് പരമാവധി സ്വർണം വാങ്ങണമെങ്കിൽ അതാണ് പറ്റിയ സമയമെന്നും വ്യാപാരികൾ പറയുന്നു. കാരണം ഈ വർഷം പകുതിയോടെ സ്വർണ്ണവില പവന് 1.5 ലക്ഷത്തിനടുത്തെത്തുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണിപ്പോൾ. മുൻപുള്ളതിനേക്കാൾ പകുതിയിൽ താഴേക്ക് വ്യാപാരം പോയതോടെ വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളൊക്കെ ലോണൊക്കെ എടുത്താണ് വ്യാപാരം നടത്തിക്കൊണ്ടുവരുന്നത്. ഇവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിലെ ചാഞ്ചാട്ടം. സാമ്പത്തിക മാന്ദ്യം രാജ്യത്തുണ്ടായിരുന്ന പ്രതിഭാസം പോലെയാണ് കച്ചവട മാന്ദ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും വ്യാപാരികൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല സ്വർണ്ണവില കുതിച്ചു കയറുമ്പോഴും ആളുകളുടെ സാമ്പത്തികം വർദ്ധിക്കാത്തതും മറ്റൊരു സാഹചര്യം തന്നെയാണ് വ്യാപാര രംഗത്ത് ഉണ്ടാക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നതും. സ്വർണ്ണ വ്യാപാര മേഖലയിലെ മാത്രമല്ല ഒട്ടുമിക്ക കച്ചവട മേഖലയിലും ഈ മാന്ദ്യം അനുഭവിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് 2026 അവസാനത്തോടെ 2 ലക്ഷമാകുമെന്നും പറയുന്നുണ്ട്. ആയതിനാൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്. നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് അഡ്വാൻസ് ബുക്കിംഗ്. ഇതിലൂടെ സ്വർണ്ണവിലയുടെ 10% മുതൽ അഡ്വാൻസ് നൽകി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.